നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ജൂലൈ മാസം 1-ാം തീയതി, അതായത് ഇന്നലെ LGSന്റെ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. പിയൂൺ വാച്ച്മാൻ പരീക്ഷയാണ് LGS നിലവാരത്തിലുള്ള പരീക്ഷ. അതുകൊണ്ട് തന്നെ ഈ മാസം നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് ഈ ചോദ്യങ്ങൾ നോക്കി വെച്ചോളൂ. ഒരു ബ്ലൂ പ്രിന്റ് പോലെ കണ്ടു പഠിച്ചോളൂ. 80 GK, 20 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. നമുക്ക് ആൻസർ കീയിലോട്ട് പോവാം. പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ ഒരു PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. നോക്കാം. ആദ്യം നടന്നത് ഗദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. രണ്ടാമത് ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. മൂന്നാമത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. നാലാമത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ഇങ്ങനെയാണ് കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് ഗദാർ പാർട്ടി ലാല ഹർദയാൽ ശരിയാണ്. ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ് ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാ? ബിയും സിയുമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി രണ്ടും ശരിയാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നടന്നത് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അടുത്തത് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. അടുത്തത് എന്താണ്? റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഇതാണ് ശരി. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? വർഷം ശ്രദ്ധിക്കുക. ഉത്തരം ഇവരൊന്നും അല്ല എന്നതാണ്. ഇന്ത്യൻ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നിലവിൽ ഒഴിഞ്ഞു കിടക്കുവാണ്. 2019 M തമ്പിദുരൈ കാലാവധി അവസാനിച്ചതിനു ശേഷം 17ാം ലോക്സഭയിലും നിലവിൽ 18ാം ലോക്സഭയിലും, അതായത് 2025 കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ തസ്തികയിലേക്ക് ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല. നിലവിലെ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. എന്തായിരുന്നു ലക്ഷ്യം? 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ശരി. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതില് തെറ്റായിട്ടുള്ളത് എയും ബിയും സിയും തെറ്റാണ്. ഡി ശരിയാണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയാണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ബഹുമതികളാണ്. ബഹുമതികൾ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? US ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്.
ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 51A 51A. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ? ലിസ്റ്റ് എല്ല് തിരിച്ചിട്ട 7. അപ്പൊ 7ാം പട്ടിക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? ഇതിൽ ശരിയായിട്ടുള്ളത് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇത് രണ്ടുമാണ് ശരി. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതാണ്? സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 1911 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? അലഹാബാദ് മുതൽ നൈനി വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ. അപ്പോ മന്ത്രിമാരും അവരുടെ മണ്ഡലങ്ങളും കോഡിന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട്. മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കോഡിന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ ആൻഡ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കെ മുരളീധരനാണ്. ഓപ്ഷൻ എ തന്നെ നോക്കിക്കേ. വി മുരളീധരൻ. കെ കരുണാകരൻ മുരളീധരൻ എന്ന് ഓർത്താൽ മതി കേട്ടോ. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? റിപ്പീറ്റഡ് ചോദ്യം, ബോണസ് മാർക്ക് പോലെ കിട്ടും. പറവൂർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ? മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട്. അതാണ് തെറ്റായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. എല്ലാം ശരിയാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം ആണ്? AK ആന്റണി, VK കൃഷ്ണമേനോൻ എന്നിവരാണ്. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നിലമ്പൂർ, ഗൂഡല്ലൂർ. നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് 4 പ്രസ്താവനകളും ശരിയാണ്. മതികെട്ടാഞ്ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. റിഫേണിനെ ആനമുടി ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. 4ഉം ശരിയാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്ന്? 1998 മെയ് മാസം 17. റിലേറ്റഡ് ഫാക്ടിന്റെ ക്ലാസ്, ഇപ്പൊ 10th പ്രിലിംസിന്റെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടല്ലോ. അതിനകത്ത് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടി? ഓക്കെ. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? യശോദയും കൃഷ്ണനും എന്ന പെയിന്റിംഗ് ആണ് സ്വന്തമാക്കിയത്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? 1792 മാർച്ച് മാസം 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഇതൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നതില് ശരിയായിട്ടുള്ളത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ഇത് രണ്ടും ശരിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? അമർത്യ സെൻ. ചേരുംപടി ചേർക്കുക. നോക്കാം. ഇതില് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹനാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ബി ആണ് ഉത്തരം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള.
കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രിമാരും വകുപ്പുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. AP അനിൽകുമാർ കോഡിന്റെ രൂപത്തിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? ആർക്കാണ് കൊടുത്തത്? മമ്മൂട്ടിക്കാണ്. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി എന്ന് ന്യൂസിൽ പറയുന്നുണ്ട്. ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏതാണ്? 2000 ഒക്ടോബർ 17 സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി. അടുത്ത ചോദ്യം, ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് വിയ്യപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ധമനിയുമായിട്ട് ബന്ധപ്പെട്ടത് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്നതാണ്. കാണപ്പെടുന്നില്ല. ഏത് വിറ്റാമിന്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ D. താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഏതാണ്? ഗിരിജ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ല? തിരുവനന്തപുരം ജില്ല. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം സൈലന്റ് സ്പ്രിംഗ്, അതായത് നിശബ്ദ വസന്തം. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ഖാദർ വാലി. കൊക്കെയിൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏത്? ബ്രസീൽ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ, ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ഓപ്ഷൻ B ആണ് ഉത്തരം. പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏത്? ശൂന്യത. കൂട്ടത്തിൽ പെടാത്തത് സ്ഥാനാന്തരം എന്താണ്? സദിശ അളവാണ്. ബാക്കിയെല്ലാം അദിശ അളവുകൾ. അലുമിനിയത്തിന്റെ അയിരേത്? ബോക്സൈറ്റ് ആണ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ദൗത്യം, രണ്ടാമത്തെ ചോദ്യം, ആദിത്യ L1ന്റെ 2 ചോദ്യം ചോദിച്ചു. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ എന്നത്? നാസ, ISRO. പേരിൽ തന്നെ ഉണ്ടല്ലോ, നാസ, ISRO. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ എന്താണ്? കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുകിന്റെ പേരേതാ? ഈഡിസ് കൊതുകാണ് സിക്ക വൈറസ് പരത്തുന്നത്. മലേറിയ പരത്തുന്ന കൊതുക് ഏത്? അനോഫിലസ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏത്? ചിക്കൻ പോക്സ് ആണ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ജീവിതശൈലി രോഗങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചോളൂ കേട്ടോ. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? അമിതമായ ഉപ്പിന്റെ ഉപയോഗമാണ്. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി. സ്ഥിരം ചോദ്യം. ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏത്? മൃതസഞ്ജീവിനി. അത് സ്ഥിരം ചോദ്യം. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയുടെ പേരെന്താ? അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അമിതമായി ഉപ്പ് കഴിക്കുക എന്നതാണ്. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്? 21 ലക്ഷം കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE ആണ്. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? റെസ്പി ഫ്രഷ് TR മരുന്നാണ്
നിരോധിച്ചത്? അടുത്ത ചോദ്യം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. 80 GK സയൻസ് കഴിഞ്ഞ് 1 - 2 + 3 - 4 + 5 - 6 etc. + 99 - 100 വാല്യൂ എത്രയാ? -50. 2, 6, 12, 20, 30 വിട്ടുപോയ സംഖ്യ ഏത്? 42. 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 125. 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിന്റെയും പരമാവധി നീളം 13 മീറ്റർ. 3/5, 5/8, 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം. 3/5, 5/8, 2/3. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്രയാ കുട്ടികളെ? 81 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 13 ആയി. എന്നാൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്ര? 33. ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? 720. 4.32 + 0.8 + 12.001 - 5.6 വാല്യൂ എത്രയാ? 11.521. 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? 14 സെക്കൻഡ്. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഒറ്റയാൻ. 4529. 65 വിദ്യാർത്ഥികൾ ഉള്ള ഒരു ക്ലാസ്സിൽ രമേശിന്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം എത്രയായിരിക്കും? 45. കാപ്രിക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏതാണ്? 6174. 8 വർഷം മുൻപ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിനു ശേഷം അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങായിരിക്കും എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 40 ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് വൃത്തം. വില കണ്ടെത്തുക. 16 + 8 / 4 - 2 ബ്രാക്കറ്റില് 3 - 1 ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, ബാക്കി അങ്ങോട്ട് പെർഫോം ചെയ്യുക. ഉത്തരം ഓപ്ഷൻ എ 14. ശരിയായ ക്രമം കണ്ടെത്തുക. ഇതില് ശരിയായിട്ടുള്ള ക്രമം ആദ്യം പരുത്തി, അതിൽ നിന്നും നൂല്, ദെൻ നെയ്ത്ത്, വസ്ത്രം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പക്ഷി ആകാശം. അങ്ങനെയാണെങ്കിൽ മത്സ്യം എവിടെ കാണപ്പെടുന്നു? വെള്ളം. ശ്രേണി പൂരിപ്പിക്കുക. 140, 68, 32, 14. എന്താണ് അടുത്ത് വരുന്നത്? 5 ആണ്. ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? 4. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എന്തായാലും ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചോ, ഉപകാരപ്പെടും. ബ്ലൂ പ്രിന്റ് ആയിട്ട് കണ്ട് തന്നെ പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും മാക്സിമം ഇന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുമല്ലോ. Okay, all the best for your exam preparation. God bless you all. Thank you.